നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും നിയന്ത്രണ രേഖയിൽ പാക് സൈന്യത്തിന്റെ പ്രകോപനം. പാക് സൈന്യം ഇപ്പോൾ ഇന്ത്യൻ മേഖലയിലേക്ക് വെടിവയ്പ് നടത്തിയിരിക്കുകയാണ്. കശ്മീരിലെ പൂഞ്ചിലെ ഗുൽപൂർ മേഖലയിലാണ് ഇപ്പോൾ പാക് സൈന്യത്തിന്റെ വെടിവയ്പ് നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. തിരിച്ചടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടാണ് പാക് സൈന്യം ആദ്യം ഇന്ത്യൻ ഭാഗത്തേക്ക് വീണ്ടും വെടിവെച്ചിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ തന്നെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കൂടുതൽ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടില്ല. ഇരുഭാഗത്തും മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ആരെങ്കിലും മരണപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഇതിപ്പോൾ 3 ദിവസം മുമ്പും കശ്മീരിലെ ഇതേ മേഖലയിൽ പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ച് പ്രകോപനമില്ലാതെ വെടിയുതിർത്തതായി സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സൈന്യം അന്ന് ശക്തമായി തിരിച്ചടിച്ചെന്നും പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ടുകൾ പറഞ്ഞു. അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് 3 ദിവസം തികയും മുമ്പാണ് മറ്റൊരു അറ്റാക്കും കൂടെ ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ജമ്മു ജില്ലയിലെ അക്നൂൾ സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഭീകരർ നടത്തിയ സ്ഫോടനത്തിൽ ഒരു ക്യാപ്റ്റൻ ഉൾപ്പെടെ 2 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയായിരുന്നു കൃഷ്ണഘാട്ടി സെക്ടറിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ കഴിഞ്ഞ ദിവസം ലംഘിച്ചത്. 2021 ഫെബ്രുവരി 25-ന് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാർ പുതുക്കിയതിനു ശേഷം നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ ലംഘനം വളരെ അപൂർവമാണ്. കഴിഞ്ഞ ദിവസം സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു പാകിസ്ഥാൻ ഡ്രോൺ ഇന്ത്യൻ സൈന്യം കണ്ടെത്തിയിരുന്നു. ബോർഡർ ആക്ഷൻ ടീം എന്ന വിഭാഗമാണ് ഇടയ്ക്കിടെ അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിച്ചിരുന്നത്. പാക് സൈന്യത്തിന്റെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകളും അതിർത്തിയിലെ പൗരന്മാരും ചേർന്നുള്ള അട്ടിമറി സംഘമാണ് ബാറ്റ് ടീം. അതിർത്തി കടന്ന് ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾ തകർക്കുക, നുഴഞ്ഞുകയറ്റക്കാരെ കടത്തിവിടുക തുടങ്ങിയവയാണ് ഇവരുടെ ലക്ഷ്യം. വെടിനിർത്തൽ കരാറിന് ശേഷം ഈ ടീം കാര്യമായി പ്രകോപനം ഉണ്ടാക്കിയിരുന്നില്ല. ഇതിനിടെ അതിർത്തിയിലെ സേനയെ ശക്തിപ്പെടുത്തിയും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും പാകിസ്ഥാനുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് ഒരു നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും ഇല്ലെന്ന് ഉറപ്പാക്കാൻ BSFന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയിരുന്നു. ദേശീയ തലസ്ഥാനത്ത് നടന്ന ഉന്നതതല ജമ്മു കാശ്മീർ സുരക്ഷാ അവലോകന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇത് പറഞ്ഞത്. 3323 കിലോമീറ്റർ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കാക്കാൻ നിയോഗിക്കപ്പെട്ട അതിർത്തി കാവൽ സേനയായ BSFനോട് ശക്തമായ ജാഗ്രത പാലിക്കാനും അതിർത്തിയിലെ സൈനികരെ ശക്തിപ്പെടുത്താനും നുഴഞ്ഞുകയറ്റ ഭീഷണി തടയാൻ നിരീക്ഷണത്തിനും അതിർത്തി കാവലിനും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. ജമ്മു കാശ്മീർ മേഖലയിലെ ഭീകരത ഇല്ലാതാക്കുന്നതിന് എല്ലാ സുരക്ഷാ ഏജൻസികളും ജാഗ്രത പാലിക്കാനും സംയുക്തമായി പ്രവർത്തിക്കാനും മന്ത്രി നിർദ്ദേശിച്ചിരുന്നു. കൂടാതെ കേന്ദ്രഭരണ പ്രദേശത്ത് സീറോ ടെറർ പദ്ധതിക്കായി ശക്തമായ നടപടികൾ സ്വീകരിക്കാനും മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഭീകരരഹിത ജമ്മു കാശ്മീർ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് അർദ്ധസൈനിക വിഭാഗത്തിന്റെ പങ്കും ഷാ ഊന്നി പറഞ്ഞിരുന്നു. ഇന്ത്യൻ സൈന്യവുമായും ജമ്മു കാശ്മീർ പോലീസുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ CRPFനും ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി. CRPFന്റെ ശൈത്യകാല പ്രവർത്തന പദ്ധതിയും അദ്ദേഹം അവലോകനം ചെയ്യുകയും ജമ്മു മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ജമ്മു കാശ്മീരിലടക്കം കൂടുതൽ ഇന്റലിജൻസ് സംവിധാനത്തെയും ആഭ്യന്തരമന്ത്രി അവലോകനം ചെയ്തു. ഏതായാലും കൂടുതൽ സുരക്ഷ അവിടെ കൊണ്ടുവരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും പാക് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ ഒരു അറ്റാക്ക് ഉണ്ടാകുന്നത്. ഏതായാലും നമ്മുടെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ.